Good morning, sir. Aditya, good morning. Good morning, sir. Yadul Das, good morning. Good morning, sir. Ajay, good morning. Good morning, sir. ഞാൻ പഠിക്കാൻ തുടങ്ങിയോ സീരിയസ് എക്സാമിന്? വ്യാഴാഴ്ച അല്ലേ ഫിസിക്സ്? എങ്ങനെയുണ്ട്? അലോക് പഠിക്കണ്ടോ? സാർ ഉണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത് ലേസറിനെ കുറിച്ചായിരുന്നു. നമ്മൾ 5th മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. Parvan, good morning. Sir, good morning. Pratish, good morning. Sir. Okay. So, what is the full form of laser? എന്തായിരുന്നു ലേസറിന്റെ ഫുൾ ഫോം? ദേവ് കിരൺ, എന്തായിരുന്നു ലേസറിന്റെ ഫുൾ ഫോം? What is the full form of laser? Light amplified, stimulated. Radiation. വൈഷ്ണവ്, എന്താ ലേസറിന്റെ ഫുൾ ഫോം? Light amplifier, stimulated. കറക്റ്റ് അല്ല. പ്രത്യുഷ്, what is the full form of laser? Light amplification by simulated emission of radiation. Okay, so light amplification by stimulated emission of radiation. Okay, so ലേസറിന്റെ ഫുൾ ഫോം മനസ്സിലായി, ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. Now, what is laser? What do you mean by a laser? ലേസർ എന്ന് പറഞ്ഞാൽ എന്താ? അജയ്, what do you mean by a laser? Or what is a laser? Sir. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അജയ്, കേൾക്കുന്നുണ്ട് സാർ. ഉത്തരം പറ. വാട്ട് ഈസ് ലേസർ? ലേസർ എന്ന് പറഞ്ഞാൽ എന്താ? ലേസർ ലേസർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അജയ്, ലേസർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താന്ന് പറഞ്ഞ എന്നോട് പറയൂ. കോഹറന്റ്. ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം. നീ ലേസറെ കണ്ടിട്ടുണ്ടോ? പ്രൊഡ്യൂസ് ചെയ്യുന്ന ലേസർ എവിടെയാ കണ്ടത്? ലേസർ നമ്മുടെ ലാബിൽ ലേസർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്.
അതെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഓൺ ആക്കുമ്പം എന്താ പുറത്തേക്ക് വന്നത്? സിമ്പിൾ, ലൈറ്റ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലേസർ. പക്ഷെ ഏത് തരത്തിലുള്ള ലൈറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. സാധാരണ ഒരു ബൾബ് ഓൺ ആക്കുമ്പോൾ കാണുന്ന ലൈറ്റ് അല്ലല്ലോ ലേസർ ഓൺ ആക്കുമ്പോൾ വരുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? വാട്ട് ഈസ് എ ലേസർ? സോ നീ ആദ്യത്തെ പാർട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് എ ലൈറ്റ് പ്രൊഡ്യൂസിങ് എക്യുപ്മെന്റ്. പക്ഷെ ഏത് തരത്തിലുള്ള ലൈറ്റ്? നമ്മൾ പറഞ്ഞ ആൻസർ കംപ്ലീറ്റ് ചെയ്യും. യൂണി ഡയറക്ഷണൽ. യൂണി ഡയറക്ഷണൽ ബ്രൈറ്റ് ലൈറ്റ്. യൂണി ഡയറക്ഷണൽ ബ്രൈറ്റ് ലൈറ്റ്. ഓക്കെ. പാർട്ട് 1, ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. പാർട്ട് 1. സാർ കേട്ടില്ല, ക്ലിയർ ആയില്ല. എന്നാ സാർ ഒന്നുകൂടി പറഞ്ഞ. ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? Or what are the characteristics of a laser beam? That is the question. ഡയറക്ഷനിറ്റി. Directionality. What do you mean by directionality? അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടി ഓഫ് ലേസർ. ടെക്സ്റ്റ് വായിക്കല്ലേ? What do you mean by directionality? That is the question. Simple ആയിട്ട് പറയാം. What do you mean by directionality? ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എത്ര ഡയറക്ഷനിലേക്ക് പോകും? ലേസർ ബീമിന്റെ ഡയറക്ഷൻ അഭിജിത്ത്, എന്താ ഡയറക്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഡയറക്ഷനാലിറ്റി? ഡയറക്ഷനാലിറ്റി അല്ലെങ്കിൽ യൂണി ഡയറക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ യൂണി ഡയറക്ഷനാലിറ്റി? Directionality is an extraordinary property of laser. ലേസറിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടിയാണ്, അത് മനസ്സിലായി. അതെന്താണെന്നാ ചോദിച്ചത്. സാധാരണ ഒരു ലൈറ്റ് പ്രൊഡ്യൂസിങ് ബൾബ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എത്ര ഡയറക്ഷനിലേക്ക് പോകും? അതിന് ചുറ്റുമുള്ള എവറി ഡയറക്ഷനിലേക്ക് ലൈറ്റ് പോകില്ല. ലേസർ ബീം നിങ്ങൾ ലാബിൽ കണ്ട One direction. Yeah, that's the point. Not the direction. Unidirectional, single direction. That's directionality. The point. Next one is monochromaticity. Abhiram, what do you mean by monochromaticity? Abhiram PP. Sir. What do you mean by monochromaticity? Laser beam monochromatic ആണ് എന്ന് പറയുന്ന അർത്ഥം എന്താ? What do you mean by that? Light wave less than 10 Armstrong. എന്തോ നീ ടെക്സ്റ്റ് വായിച്ചിട്ട് എന്തായി പറയുന്നത്? വാട്ട് യു മീൻ ബൈ മോണോക്രോമാറ്റിസിറ്റി? സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. Akash, what do you mean by monochromaticity? ആകാശ്, എന്താ മോണോക്രോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നില്ല? പറ. ഓർഡിനറി ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് ആകണ്ടല്ലേ? അങ്ങനെയല്ലല്ലോ. ഓർഡിനറി ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞത്. യു ഹാവ് എ പോയിന്റ്. ഓർഡിനറി ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് സ്പ്രെഡ് കുറഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷെ അതല്ല മെയിൻ പോയിന്റ്, അതല്ല. വാട്ട് യു മീൻ ബൈ മോണോക്രോമാറ്റിസിറ്റി? നന്ദന, വാട്ട് യു മീൻ ബൈ മോണോക്രോമാറ്റിസിറ്റി? സിംഗിൾ വേവ് ലെങ്ത് ആയതുകൊണ്ടാ? ദാറ്റ്സ് ഇറ്റ്. ഒരു ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് വേവ്സും സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും, സിംഗിൾ കളർ ആയിരിക്കും. ദാറ്റ് ഈസ് മോണോക്രോമാറ്റിസിറ്റി. അല്ലെങ്കിൽ വേവ് ലെങ്ത് സ്പ്രെഡ് കുറവായിരിക്കും, ലെസ് ദാൻ 10 ആംസ്ട്രോം അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0. മോണോക്രോമാറ്റിസിറ്റി. കൊഹറൻസ് എന്ന് പറഞ്ഞാലും എക്സാക്ട്ലി സെയിം പ്രോപ്പർട്ടി അല്ലെങ്കിലും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോണോക്രോമാറ്റിസിറ്റി. സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി ആൻഡ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഓർ സെയിം ഫേസ് ഡിഫറൻസ്. ആൻഡ് ലേസർ ബീം ഹൈലി ഇന്റൻസ് ആയിരിക്കും. And it can be focused or collimated. ഇതൊക്കെയായിരുന്നു നമ്മൾ ലേസർ ബീമിന്റെ യൂണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചത്. ഇതൊന്നും കാണാപ്പാടം പഠിക്കണമെന്ന് ഞാൻ പറയൂല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ലേസർ ബീം എന്തൊക്കെയാ പ്രോപ്പർട്ടീസ്? കൺവെൻഷണൽ ലൈറ്റ് സോഴ്സ്, ഒരു ബൾബിനേക്കാൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? What are the difference between a conventional light source, a lamp and a laser? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടി നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് വൺ വാസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സെക്കൻഡ് വൺ സ്പോണ്ടേനിയസ് എമിഷൻ, തേർഡ് വൺ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ശ്രീകാന്ത്, വാട്ട് യു മീൻ ബൈ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ഓർ സിംപ്ലി അബ്സോർപ്ഷൻ? എന്താ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ദാറ്റ്? Vidil Raj, what do you mean by absorption? Okay. Absorption, what do you mean by absorption? Absorption. ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ലൈറ്റിനെ ആര് അബ്സോർബ് ചെയ്യുന്നു? എന്താ? ശ്രീകാന്തും വിതിൽ രാജും ഒരു 3 പ്രാവശ്യം ഒരു ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന പാർട്ട് ടെക്സ്റ്റിൽ ഒന്ന് എഴുതിയിട്ട് എനിക്ക് അയച്ചതാണ്. നെക്സ്റ്റ് വൺ, spontaneous emission. What is spontaneous emission? You mean by spontaneous emission? Yadul Das, what do you mean by spontaneous emission? Yadul Das. sir. The spontaneous emission എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞൂടെ സാർ. നല്ല ഉത്തരം. ഓക്കെ. സോ ഇന്നലെ ലേസർ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിരുന്നു ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ഓർ അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഒന്നുകൂടി പറഞ്ഞുതരാം. സോ വി ആർ ടേക്കിംഗ് എ ബഞ്ച് ഓഫ് ആറ്റംസ്. നമ്മളൊരു ബഞ്ച് ഓഫ് ആറ്റംസ് എടുക്കുന്നു, അല്ലെങ്കിൽ വി ആർ ടേക്കിംഗ് എ മീഡിയം, ഒരു മെറ്റീരിയൽ എടുക്കുന്നു. നമുക്കറിയാം ഓൾ ദി മെറ്റീരിയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. എല്ലാ മെറ്റീരിയൽസും എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആൻഡ് ഈച്ച് ആറ്റംസ് ഹാസ് ദെയർ ഓൺ എനർജി. ഓരോ ആറ്റത്തിനും എന്താ അതിൻ്റെതായ എനർജി ഉണ്ടാവും. ആൻഡ് ഇൻ എ മെറ്റീരിയൽ ഓർ ഇൻ എ മീഡിയം, ഉദാഹരണത്തിന് ഒരു ബഞ്ച് ഓഫ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു പീസ് ഓഫ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സം വോളിയം ഓഫ് ഗ്യാസ് യു ആർ അസ്യൂമിങ്, ദെൻ മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് ദേ ആർ ഇൻ മിനിമം എനർജി ലെവൽ. എല്ലാ ആറ്റംസും എന്തായിരിക്കും? ഏറ്റവും ചെറിയ എനർജി ലെവലായിരിക്കും. ദാറ്റ് ഈസ് ദ നാച്ചുറൽ ബിഹേവിയർ ഓഫ് എവറിത്തിങ് ഇൻ യൂണിവേഴ്സ്. യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്ട്സിന്റെയും പാർട്ടിക്കിൾസിന്റെയും ഒരു നാച്ചുറാണ് ടു റിമൈൻ ഇൻ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. പക്ഷേ ഈ ആറ്റത്തിന്റെ പ്രത്യേകത, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഇൻ ദിസ് എനർജി അക്വയറൻസ്? ദാറ്റ് മീൻസ് ദ എനർജി പൊസസ്ഡ് ബൈ ദിസ് പാർട്ടിക്കിൾ ഈസ് ക്വാണ്ടൈസ്ഡ്. അല്ലെങ്കിൽ ഈ ആറ്റത്തിന് പൊസസ് ചെയ്യാൻ പറ്റിയ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണ്, കണ്ടിന്യൂസ് അല്ല. അതായത് ചില എനർജി ലെവലുകളിൽ മാത്രമേ ആറ്റത്തിന് പൊസസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ആറ്റത്തിന് സ്വയം സെൽഫ്
ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ചില ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ആയിരിക്കും. സം E1, E2, E3 ആൻഡ് E1 ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. E1 എന്ന് പറയുന്നതാണ് മിനിമം എനർജി ഓഫ് ആറ്റം, ഗ്രൗണ്ട് സ്റ്റേറ്റ്. സോ if we take a material and a bunch of atoms, most of the atoms are in ground state. So what happens if we supply energy to these atoms? So ഈ bunch of atoms നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി സപ്ലൈ ചെയ്യുന്നു by incidenting radiation. എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു, or incidenting photons. When incidenting photons, what happens? When incidenting photons, the atoms in lower energy levels. If this is E1 and this is E2, so മിക്കവാറും ആറ്റംസ് എവിടെ ആയിരിക്കും, ഗ്രൗണ്ട് ലെവൽ. E1 എന്ന ഗ്രൗണ്ട് ലെവൽ ആയിരിക്കും. സോ ആഫ്റ്റർ ഇൻസിഡന്റിങ് റേഡിയേഷൻ ഓർ എ ബഞ്ച് ഓഫ് ഫോട്ടോൺസ് വിത്ത് സം ഡെൻസിറ്റി റോ, വാട്ട് ഹാപ്പൻസ്? ഈ ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഇതിൽ കുറച്ചെങ്കിലും ആറ്റംസ് എന്ത് ചെയ്യും, ദേ വിൽ അബ്സോർബ് എനർജി ഫ്രം ദിസ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഈ ഇൻസിഡന്റ് റേഡിയേഷനിൽ നിന്ന് അവരെന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്യും. സോ എന്ത് ചെയ്യും, സോ ദാറ്റ് മീൻസ് ദെയർ എനർജി ഇൻക്രീസസ്. അതിന്റെ അർത്ഥം എന്താ, എനർജി അബ്സോർബ് ചെയ്തു, എനർജി ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് നൗ some of the energy, some of the atoms will undergo energy transition from E1 to E2. So E1 ൽ നിന്ന് എനർജി കൂടി പിന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ ഏതാ, E2. So if the radiation energy is equal to this band gap, E1 ൽ നിന്ന് E2 എന്ന എനർജി എത്താനുള്ള ഈ എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് പ്രൊവൈഡ് ചെയ്യാൻ ഈ റേഡിയേഷൻ, എക്സ്റ്റേണൽ റേഡിയേഷനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന E1 എന്ന എനർജി ഉണ്ടായിരുന്ന ആറ്റംസ് എന്ത് ചെയ്യും, ദേ വിൽ നൗ പൊസസ് ദ എനർജി വാല്യൂ E2, അല്ലെങ്കിൽ E1.5 അല്ലെങ്കിൽ 1/2 E1 എന്ന് പറയുന്ന എനർജി പൊസസ് ചെയ്യാൻ പറ്റില്ല. E1, നമ്മുടെ E1 എന്ന എനർജി ഉണ്ടായിരുന്ന ആറ്റത്തിന് എനർജി സപ്ലൈ ചെയ്യുന്നു. ഇഫ് ദാറ്റ് ഈസ് ഇനഫ് ടു റീച്ച് എനർജി ലെവൽ E2, ഓക്കെ, ദിസ് വിൽ റീച്ച് E2. സോ E2 എന്ന എനർജി ലെവൽ എത്താനുള്ള എനർജിയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ most of the atoms in ground level will reach excited state E2, or we can say some E3 എന്ന് പറയുന്ന excited state എന്ന് വിചാരിക്കുക. If we are providing energy required to E1 മുതൽ E3 വരെ എത്താനുള്ള എനർജി ലെവൽ ഉണ്ടെങ്കിൽ, that means ഒരു ആറ്റത്തിന്റെ എനർജി വാല്യൂ E1 മുതൽ E3 അത്രയും ഇൻക്രീസ് ചെയ്യാനുള്ള വാല്യൂ ആണ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ എനർജി എങ്കിൽ, we can say that means if E2 minus E1 is equal to h mu, where mu is the frequency of photon incidenting, and we can say എന്ത് പറ്റും, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആറ്റംസ് എന്ത് ചെയ്യും, it will reach excited state, or we can say it will increase its own energy to reach an excited state or higher energy state E2, and this process is called absorption. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്താ കൺസെപ്റ്റ്, എന്താ, മോസ്റ്റ് ഓഫ് ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും, E1 എന്ന എനർജി സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ എനർജി സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അതായത് ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് കൊടുക്കുന്നു. സോ എന്ത് ചെയ്യും, ഈ ഫോട്ടോണിൽ നിന്ന് ആറ്റംസ് എനർജി അബ്സോർബ് ചെയ്യും. ദേ വിൽ അബ്സോർബ് എനർജി ഫ്രം ദിസ് ഫോട്ടോൺസ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ എനർജി സ്വയം ഇൻക്രീസ് ചെയ്യും. സോ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അതിന്റെ എനർജി E1 ൽ നിന്ന് E2 എത്താനുള്ള എനർജിയാണ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ E2 എത്തും. സോ വി ക്യാൻ സേ താഴെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആറ്റത്തിന്റെ എനർജി ഇപ്പൊ എന്താ, E2 ആയി, അല്ലെങ്കിൽ they reach the energy level E2, and this process of absorbing energy and reaching from E1 energy level E1 to E2, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എനർജി അബ്സോർബ് ചെയ്ത് ട്രാൻസിഷൻ നടത്തുന്നതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. എങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഇത് മനസ്സിലാവാതെ നമ്മൾ മുമ്പോട്ട് ലേസർ പറഞ്ഞ ഒരു കാര്യമില്ല. ഓക്കെ, കുറച്ചൊക്കെങ്കിലും മനസ്സിലായി തോന്നുന്നു. സോ ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, എനർജി കൊടുത്തപ്പം അതിന്റെയൊക്കെ എനർജി കൂടി E2 ആയി. അപ്പൊ അതൊക്കെ എന്താ, E2 എനർജി ലെവലാണെന്ന് പറയാം. ഈ E2 എനർജി ലെവൽ, എക്സൈറ്റഡ് എനർജി ലെവൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സമയം ആ എക്സൈറ്റഡ് എനർജി ലെവൽസിൽ ആറ്റംസിന് റിസൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞു, ബിഹേവിയർ അക്കോർഡിംഗ് ടു തെർമോഡൈനാമിക്സ്, എല്ലാ പാർട്ടിക്കിൾസും, ഈവൻ ആറ്റംസ് പോലും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാൻ ടെൻഡൻസി ഉള്ള പാർട്ടിക്കിൾസ് ആണ്. സോ എന്ത് സംഭവിക്കും, ഓക്കെ, നമ്മൾ അബ്സോർപ്ഷൻ, സോ ഒരുപാട് ആറ്റംസ് E2 എന്ന എക്സൈറ്റഡ് എനർജി ലെവലാണ്. ബട്ട് ആഫ്റ്റർ സം ടൈം T, ഒരു റിലാക്സേഷൻ ടൈം കഴിയുമ്പോൾ സംഭവിക്കും,
ഈ E1 നിന്ന് E2 പോയ പല ആറ്റംസും എന്ത് പറ്റും, തിരിച്ച് E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ഇങ്ങനെ വരുമ്പം ഇതിന്റെ എനർജി കുറഞ്ഞില്ലേ, E2 നിന്ന് E1 അതിന്റെ എനർജി സ്വയം കുറഞ്ഞു. സോ അക്കോർഡിംഗ് ടു എനർജി കൺസർവേഷൻ, ആറ്റത്തിന്റെ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി എങ്ങോട്ടെങ്കിലും പോണ്ടേ. ദാറ്റ് ഈസ് എ റോൾ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ E2 നിന്ന് E1 വരുമ്പം ദാറ്റ് മീൻസ് ആറ്റത്തിന്റെ എനർജി E2 നിന്ന് E1 കുറഞ്ഞു. സോ വാട്ട് ഹാപ്പൻസ് ദെൻ, ദിസ് എക്സ്ട്രാ എനർജി, ഈ പുറത്തേക്ക് വരുന്ന എനർജി, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ്. പുറത്തേക്ക് വരുന്ന എനർജി എന്തായിരിക്കും? അത് റേഡിയേഷന്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റിന്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോൺസിന്റെ ഫോമിലായിരിക്കും, വിത്ത് സം ഫ്രീക്വൻസി മ്യൂ ആണ് പുറത്തേക്ക് വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എങ്കിൽ then energy is h mu, and E2 നിന്ന് E1 ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആറ്റത്തിന്റെ എനർജി E2 minus E1 ആണെങ്കിൽ then E2 minus E1 should be h mu. So this is spontaneous emission. പേരിൽ തന്നെയുണ്ട് സ്പോണ്ടേനിയസ് എമിഷൻ, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന എമിഷൻ. ഒരുപാട് ആറ്റംസ് E2 എന്ന ഹൈ എക്സൈറ്റഡ് ലെവലിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ച് E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. പ്ലെയിൻ ആയിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞതാണ്. സോ സിമ്പിൾ E1 വരും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ എനർജി സ്വയം കുറയാണ്. സോ ദിസ് എക്സ്ട്രാ എനർജി, സോ ബാക്കി എനർജി എവിടെ പോകും? ഇറ്റ് വിൽ ബി എമിറ്റഡ് ആസ് റേഡിയേഷൻ ഓർ ഫോട്ടോൺസ് ഓർ ലൈറ്റ്. സോ ഫ്രീക്വൻസി മ്യൂ ആണെങ്കിൽ then the energy is h mu, that E2 minus E1 is h mu. മനസ്സിലായോ? സ്പോണ്ടേനിയസ് എമിഷൻ എന്താണെന്ന് മനസ്സിലായോ? ഹാൻഡ് റൈസ് ചെയ്യും, ഇല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം, അതുകൊണ്ട് ചോദിക്കുന്നത്. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല? എങ്കിലും ഒന്നും കൂടി പറഞ്ഞു തരണമെങ്കിൽ പറയാം, പറഞ്ഞുതരാം. ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സോ അബ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലായി, സ്പോണ്ടേനിയസ് എമിഷൻ എന്താണെന്ന് മനസ്സിലായി. വെയിറ്റ് ചെയ്യാം. Now assume that there will be a lot of number of atoms in E2. E2 എന്ന ഈ ഹയർ എനർജി സ്റ്റേറ്റിൽ ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയൊക്കെയോ അബ്സോർബ് ചെയ്ത് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ടായിരുന്ന ആറ്റംസിന് എന്ത് ചെയ്തു? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിച്ചു. സോ വാട്ട് ഹാപ്പൻസ്? സോ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. Now ഇതിന്റെ ഇടയിൽ, ബിഫോർ ദാറ്റ്, ഇഫ് വി ഇൻസിഡന്റ് ദിസ് എനർജി ലെവൽ E2, ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ E2 എനർജി ലെവലിലുള്ള ആറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോൺ വെച്ച് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു. സെയിം h mu ഫ്രീക്വൻസി ഉള്ള ഒരു ഫോട്ടോൺ വെച്ച്, അല്ലെങ്കിൽ എനർജി h mu ഉള്ള ഒരു ഫോട്ടോൺ വെച്ച് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ stimulate an atom residing in E2 to come back to the energy level E1. So ഒരു ഫോട്ടോൺ വെച്ച് ഇൻസിഡന്റ് സമയത്ത് എന്ത് പറ്റും? ഇവിടെയുള്ള ഒരു ആറ്റത്തിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ പ്രേരിപ്പിക്കും. അതാണ് മലയാളം. എന്ത് ചെയ്യാൻ? E2 നിന്ന് E1 തിരിച്ചു വരാൻ. സോ ഒരു പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ റേഡിയേഷൻ നമ്മൾ സപ്ലൈ ചെയ്തു. സോ E2 ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഇതെന്ത് ചെയ്യും? ഒരു ആറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് വൺ ആറ്റം ടു ഗോ ബാക്ക് ഫ്രം E2 to E1, അല്ലെങ്കിൽ അതിന്റെ എനർജി സ്വയം കുറയ്ക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. സോ എന്ത് സംഭവിക്കും? ദാറ്റ് ആറ്റം വിൽ ഗോ ബാക്ക് ഫ്രം E2 to E1. അങ്ങനെ E2 നിന്ന് E1 പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദ റിമൈനിങ് എനർജി വിൽ എമിറ്റഡ് as photon. Now we have two photons in same medium. ഇപ്പൊ നമുക്ക് ഈ ബഞ്ച് ഓഫ് ആറ്റംസിനുള്ളിൽ എത്ര ഫോട്ടോൺ വന്നു? We have two photon. ഈ രണ്ട് ഫോട്ടോണുകൾ എന്ത് ചെയ്യും? This two photon again stimulates another two atoms. ഈ രണ്ട് ഫോട്ടോൺ എന്ത് ചെയ്യും? വേറെ രണ്ട് ആറ്റംസിനെ ചെയ്യിപ്പിക്കും. എന്ത് ചെയ്യിക്കാൻ? They stimulate it to lower its energy or undergo energy transmission from E2 to E1. E2 നിന്ന് E1 എനർജി ട്രാൻസ്മിഷൻ നടത്താൻ പ്രേരിപ്പിക്കും. സോ ആ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഹയർ എനർജി സ്റ്റേറ്റ് ആയി E2 നിന്ന് E1 എനർജി റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷൻ നടന്നു. എഗെയിൻ എന്ത് പറ്റി? റിമൈനിങ് എനർജി രണ്ട് ഫോട്ടോൺ പിന്നെ ബിൽഡ് ചെയ്തു. സോ ടോട്ടൽ നമ്മുടെ മീഡിയത്തിനുള്ളിൽ 4 ഫോട്ടോൺസ്. There will be 4 photons in our medium. ഈ 4 photons എന്ത് ചെയ്യും? Again these 4 photons will stimulate another 4 atoms in energy level E2. ഈ 4 ഫോട്ടോൺ എന്ത് ചെയ്യും? E2 എന്ന എനർജി ലെവലിലുള്ള മറ്റു 4 ഇലക്ട്രോണുകളെ കൂടി പോയി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. സോ വാട്ട് ഹാപ്പൻസ്? നൗ again 4 atoms will reduce its own energy, or it will get energy transmission. E2 നിന്ന് E1 തിരിച്ചു വരും.
പിന്നെ ഈ 4 ഫോട്ടോൺ ഉണ്ടാവും, പിന്നെ അത് 8 ഫോട്ടോൺ ആവും. ആ 8 ഫോട്ടോൺ പോയിട്ട് 8 ആറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. സോ ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് എ ചെയിൻ റിയാക്ഷൻ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ആക്ട് ചെയ്യും. എപ്പോഴാണ് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു അഡീഷണൽ ഫോട്ടോൺ വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു, അത് മറ്റൊരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ E2 ൽ നിന്ന് E1 വരാൻ പ്രേരിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ആസ് എ ചെയിൻ റിയാക്ഷൻ. ആൻഡ് ആസ് എ റിസൾട്ട്, ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ നമുക്ക് കിട്ടുന്നത്? ആസ് എ റിസൾട്ട് വി വിൽ ഗെറ്റ് എ നമ്പർ ഓഫ് ഫോട്ടോൺസ്. നമുക്ക് മീഡിയത്തിനുള്ളിൽ എന്ത് കിട്ടി? വി വിൽ ഗെറ്റ് ഇൻസൈഡ് മീഡിയം വി ഹാവ് എ നമ്പർ ഓഫ് ഫോട്ടോൺസ് വിത്ത് സെയിം ഫ്രീക്വൻസി, സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വിത്ത് ഹൈ ഇന്റൻസിറ്റി. സോ ആ ചെയിൻ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? നമ്പർ ഓഫ് ഫോട്ടോൺസ്, ഒരുപാട് നമ്പർ ഓഫ് ഫോട്ടോൺസ്. There will be some thousands of photons with same frequency, or we can say now we possess a high intensity radiation inside this medium. So mediumത്തിനുള്ളിൽ എന്താണ് നമ്മൾ we achieved photon എന്ന് പറയുന്നത്? It is radiation, light. So we achieved a high intensity monochromatic radiation inside this medium. So ഈ റേഡിയേഷനെ ക്ലിയർ വ്യക്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ this light beam or this radiant beam is called laser by stimulated emission of radiation. ശരിയല്ലേ? So what is the working principle behind laser? Light amplification by stimulated emission. So അവരുടെ ആറ്റത്തിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈവനിലേക്ക് തിരിച്ചു കൊടുക്കും. സോ അത് again photon building produce ചെയ്യും, അത് പിന്നെയും മറ്റേ ഇലക്ട്രോൺ ആറ്റംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. And this stimulation process will go on like chain reaction. Now due to the result of this process, a high intensity radiation beam or laser beam അല്ലെങ്കിൽ a number of photons is built up in medium and it is well directed outside as a laser beam. This is stimulated emission. മനസ്സിലായോ? stimulated emission. Stimulated emission മനസ്സിലായോ? സാറ് സ്റ്റിമുലേറ്റഡ് ഒന്നുകൂടി പറഞ്ഞിരുവോ? ഓക്കെ. സോ നമ്മൾ അബ്സോർപ്ഷൻ പറഞ്ഞു, സ്പോണ്ടേനിയസ് എമിഷൻ പറഞ്ഞു. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ E1 എന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹയർ എനർജി സ്റ്റേറ്റ് E2 എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആറ്റം എക്സൈറ്റ് ചെയ്യപ്പെടും. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സം റിലാക്സേഷൻ ടൈം T, റിലാക്സേഷൻ ടൈം കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് സ്വയം സ്പോണ്ടേനിയസ് ആയിട്ട് ആറ്റം അതിന്റെ എനർജി സ്വയം റെഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ എനർജി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്ട്രാ എനർജി, അതിന്റെ എനർജി കുറഞ്ഞു. അപ്പം ഓൾറെഡി അതിന്റെ എനർജി കുറയണമെങ്കിൽ അതിനുണ്ടായിരുന്ന എനർജി എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം. ദാറ്റ് ഈസ് ദ എനർജി കൺസർവേഷൻ. സോ എങ്ങനെയാ പുറത്തേക്ക് പോകണേ? ബൈ റേഡിയേഷൻ. അതായിരുന്നു സ്പോണ്ടേനിയസ് എമിഷൻ. നൗ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഹയർ എനർജി സ്റ്റേറ്റിൽ ഒരുപാട് നമ്പർ ഓഫ് there will be a assume that there will be a lot of number of atoms in E2. E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ അസ്യൂം ചെയ്യുക ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. there will be a more number of atoms. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് വി ആർ ഓക്കെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും, അതവിടെ നിൽക്കുക. നൗ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റിൽ. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇത് E2 ഇത് E1 ആണെങ്കിൽ E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു hmu എന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഇൻസിഡന്റിങ് എ ബഞ്ച് ഓഫ് ഫോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇൻസിഡന്റിങ് റേഡിയേഷൻ. സോ ഈ റേഡിയേഷൻ ചെയ്യും, ദിസ് റേഡിയേഷൻ സ്റ്റിമുലേറ്റ്സ് ഫസ്റ്റ് ആറ്റം. ഈ റേഡിയേഷൻ ഫോട്ടോൺ വന്നിട്ട് ആദ്യത്തെ ആറ്റത്തിനെ പ്രേരിപ്പിക്കും. എന്ത് പ്രേരിപ്പിക്കും? ടു റെഡ്യൂസ് ഇറ്റ്സ് ഓൺ എനർജി ടു E1. അതിന്റെ എനർജി സ്വയം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ടു അണ്ടർഗോ ട്രാൻസ്മിഷൻ ഫ്രം E2 ടു E1. E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് E1 എനർജി ട്രാൻസ്മിഷൻ നടത്താൻ പ്രേരിപ്പിക്കും. ഓർ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ഇറ്റ് ടു റെഡ്യൂസ് ഇറ്റ്സ് ഓൺ എനർജി. സോ E2 നിന്ന് E1 ഈ ആദ്യത്തെ ആറ്റം ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു സ്പോണ്ടേനിയസ് എമിഷനിൽ ദിസ് എക്സ്ട്രാ എനർജി വിൽ എമിറ്റഡ് ആസ് റേഡിയേഷൻ hmu.
സോ നമ്മുടെ മീഡിയത്തിനുള്ളിൽ ഓൾറെഡി നമ്മളെ പുറത്തുനിന്ന് വിട്ട ഒരു ഫോട്ടോണും ഈ ട്രാൻസ്മിഷൻ കാരണം ഉണ്ടായ ഒരു ഫോട്ടോണും ഉണ്ട്. ദിസ് ടു ഫോട്ടോൺസ്, ഈ രണ്ട് ഫോട്ടോൺ എന്ത് ചെയ്യും? ദിസ് ടു ഫോട്ടോൺസ് വിൽ സ്റ്റിമുലേറ്റ് അതർ ടു ആറ്റംസ്. ഈ രണ്ട് ഫോട്ടോൺ N2 എന്ന ഹയർ എനർജി അല്ല E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിലുള്ള രണ്ട് ആറ്റംസിനെ കൂടി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് അതർ ടു ആറ്റംസ് ഇൻ ദിസ് ഹയർ എനർജി സ്റ്റേറ്റ് E2. എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും? ടു ഗോ ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. സോ അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ടു ആറ്റംസ് വിൽ ഓൾസോ ഗോ ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അങ്ങനെ രണ്ട് ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോൺ വിൽ ബി ട്രാൻസ്മിറ്റഡ്. എന്ത് ചെയ്യും? അതിന്റെ എക്സ്ട്രാ എനർജി ഫോട്ടോൺ ആയി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. നൗ ഇൻ ദ മീഡിയം വി ഹാവ് 4 photons. നമ്മുടെ മീഡിയത്തിൽ എത്ര ഫോട്ടോൺസ് ആയി? നൗ വി ഹാവ് 4 photons. These 4 photons again will go and stimulate. വീണ്ടും പോയി പ്രേരിപ്പിക്കും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഇത് ഒരുപാട് ആറ്റംസ് E2 എന്ന എനർജി ലെവൽ ഉണ്ടെങ്കിൽ അടുത്ത 4 എണ്ണത്തിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം 8 ഫോട്ടോൺ വന്നു. 8 ഫോട്ടോൺ, പിന്നെ ഉണ്ടായ 8 ഫോട്ടോൺ എന്ത് ചെയ്യും? പോയിട്ട് പിന്നെയും അനദർ 8 ആറ്റംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും? E2 നിന്ന് E1ലേക്ക്, ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ. സോ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ചെയിൻ റിയാക്ഷൻ 8, 16, 16, 32 ആവും. സോ ഇറ്റ് വിൽ ഗോസ് എ ചെയിൻ റിയാക്ഷൻ. സോ ആസ് എ റിസൾട്ട് ഒരു ഹയർ നമ്പറിലേക്ക് പോകുന്ന സമയത്ത് റിസൾട്ട് ആയിട്ട് എന്താണ് വരുന്നത്? ഈ മീഡിയം വി ഹാവ് എ ലോട്ട് ഓഫ് ഫോട്ടോൺ. ഈ മീഡിയത്തിനുള്ളിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഹിയർ. സോ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയേഷൻ ആണ്, ലൈറ്റ് ആണ്. സോ ഈ ഫോട്ടോൺ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ പുറത്തേക്ക്, വി ക്യാൻ ഡയറക്റ്റ് ദിസ് ഫോട്ടോൺ ഔട്ട് ഓഫ് ദിസ് മീഡിയം ഓർ കണ്ടെയ്നർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈലി മോണോക്രോമാറ്റിക്. ഇതിന്റെയൊക്കെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഇത്രയും ഫോട്ടോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റി ഈസ് ഹൈ. And this way we will get a laser beam out of this medium. ഇതിനാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. സോ വേർഡ് ഇറ്റ് സെൽഫ് സേ സ്റ്റിമുലേറ്റഡ് എമിഷൻ. പുറത്തുനിന്നൊരു ഫോട്ടോൺ കൊണ്ടുവരുന്നു, ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസിന് എന്ത് ചെയ്യുന്നു? വി ആർ ഇൻഡ്യൂസിങ് ദ ആറ്റംസ് ഇൻ ഹയർ എനർജി സ്റ്റേറ്റ് ഇൻ ഓർഡർ ടു undergo energy transition from E2 to E1. E2 ൽ നിന്ന് E1ലേക്ക് എനർജി ട്രാൻസിഷൻ നടത്താൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ തുടർന്നു പോകുന്നു. And this is called a lasing action or laser action, and the working principle is stimulated emission. നിങ്ങളൊരു കാര്യം ചെയ്യും, ടെക്സ്റ്റിലെ പേജ് നമ്പർ 229 ഒന്ന് വായിച്ചു നോക്ക്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 229. അതിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ബൈ ഐൻസ്റ്റീൻ ഉണ്ട്. ഐൻസ്റ്റീൻ്റെ കോയിഫിഷ്യന്റുകളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ പിന്നെ പറയാത്തത്. മനസ്സിലാക്കാനുള്ള ജസ്റ്റ് മാത്തമാറ്റിക്കൽ റീഅറേഞ്ച്മെന്റ് ആണ്. അതായത് റേറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ തുടങ്ങിയവ പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ഫോട്ടോൺ ഇൻസിഡന്റിങ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് റേഡിയേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ലോവർ എനർജി സ്റ്റേറ്റ്. N1 ആണ്. If N1 is the number of atoms in E1 ground state and N2 is the number of atoms in E2 excited state, then Einstein's coefficient for stimulated emission say is dN2 by dt is proportional to rho, which is density of incident radiation. നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ആദ്യം ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ അല്ലെങ്കിൽ റേഡിയേഷൻ ഡെൻസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് ഹയർ എനർജി ലെവൽ. E2 എന്ന എനർജി ലെവൽ എത്ര ആറ്റംസ് ഉണ്ട് അതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓർ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ dN2 by dt is equal to some B2 rho N2, and this thing B2 is called Einstein's coefficient of stimulated emission. This B2 is called Einstein's coefficient of stimulated emission. Einstein's coefficient of stimulated emission.
Page number 231. The major difference between spontaneous emission and stimulated emission. Page number 231. What are the major differences between spontaneous emission? Spontaneous emission, stimulated emission. Spontaneous emission means it is an excited atom spontaneously jump from higher energy level to lower energy level without help of any external agency. Or external agency സഹായമില്ലാതെ E2 എന്ന higher energy നിന്ന് from E1 ലേക്ക് transit ചെയ്യപ്പെടുന്നതിനെയാണ് or jumping is called spontaneous emission. Then what is stimulated emission? Compare ചെയ്ത് പഠിക്കാൻ പറ്റും. Stimulated emission means an external photon is incident on the excited atom and stimulate it to jump from higher energy level to lower energy level. എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ ഫോട്ടോൺ വന്നിട്ട് ഹയർ എനർജി ലെവലുള്ള ഒരു ആറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ തള്ളിയിടുന്നു എന്നൊക്കെ പറയാൻ പറ്റും. ഇനി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വരും. ഒരു ഫോട്ടോൺ വന്നിട്ട് ഹയർ എനർജി ലെവലിൽ മുകളിൽ നിൽക്കുന്ന ഒരാളെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. നേരത്തെ ജമ്പിങ് ആണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ സ്വയം ജമ്പ് ചെയ്യല്ല, തള്ളിയിടുന്നു. ദാറ്റ് ഇസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. Now, what is spontaneous emission? During spontaneous emission, the transition is a single photon alone is produced. There is no photon multiplication. Spontaneous emission സമയത്ത് എന്താ, ഒരു ആറ്റം E2 നിന്ന് E1 ലേക്ക് എനർജി ട്രാൻസിഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫോട്ടോണെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കേസിൽ a photon is produced during this transition in addition to incident photon. Now there are two photons in the emission, hence there is a photon multiplication. Stimulated emission കേസിൽ മീഡിയത്തിനുള്ള ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺ എല്ലാം എന്ത് ചെയ്യും, ബാക്കിയുള്ള E2 എന്ന എനർജിയുള്ള ആറ്റംസിനെ മുഴുവൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും, പ്രേരിപ്പിക്കും. എന്തിന്? ടു undergo energy transition from E2 to E1 or to come back to the ground state E1. And in case of spontaneous emission, the emerging beam may not be coherent. In case of stimulated emission, the emerging beam is highly coherent. And the beam is not monochromatic in case of spontaneous emission, and the beam is highly monochromatic in case of stimulated emission. The rate of emission depends on the number of atoms or molecules present in excited state. So the beam is not highly intense. The spontaneous emission കേസിൽ rate of emission, ഫോട്ടോൺ എമിഷന്റെ റേറ്റ് കുറവായിരിക്കും. കാരണം നമുക്കറിയാം N2 എന്ന എനർജി ലെവൽ, ഹയർ എനർജി ലെവലിൽ there will be low number of atoms compared to ground state. കൂടുതൽ ആറ്റംസ് എവിടെയായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ബട്ട് സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കേസിൽ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നൊരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രോസസ് നടത്തുന്നുണ്ട്. അതെന്താണ് അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും. ഡ്യൂ ടു ദാറ്റ് there will be higher number of atoms in E2 എന്ന എനർജി ലെവൽ there will be a higher number of atoms. ഒരു 10 പോയിന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? അത് നോക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. One, 2, 3,